ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു സ്നാക്കിൻ്റെ പുറംവശം നല്ല ക്രിസ്പിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല പഴുത്ത പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നേന്ത്രപ്പഴം കൊണ്ട് ഒരു വെറൈറ്റി പലഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അപ്പോൾ ആ ഒരു പഴത്തിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സെൻറ്റർ വശമൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ കനല്ലാത്ത രീതിയിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പഴം വെച്ചിട്ടാണ് കേട്ടോ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പഴത്തിൻ്റെ അളവ് കൂട്ടാം. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പഴം കൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു മുട്ടയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്ന് 1-2 മിനിറ്റോളം തന്നെ അടിച്ചെടുക്കണം. അപ്പോഴേ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടുള്ളൂ. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണം. അതുവരെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബ്രെഡാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത് വളരെ കുറഞ്ഞ അളവിലാണ്. അതായത് ഒരു പഴം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പോളം മൈദയാണ് കേട്ടോ. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്നാക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് മൈദ, ബ്രെഡ് പൊടിച്ചത്, പിന്നെ അതുപോലെ തന്നെ മുട്ട, പഴം. അപ്പോൾ ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പഴത്തിൻ്റെ പീസ് എടുക്കുക. ഈ മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലൊരു കോട്ടിങ് കിട്ടും. ഇനി മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്യാതെ വെറും മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കുറച്ചധികം തന്നെ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയം എടുക്കില്ല, വെറും 2 മിനിറ്റ് മതി. നമ്മൾ 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിന് 2 സൈഡും ആയി കിട്ടും കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറുന്നതോട് കൂടെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ആ ഒരു പഴം കുക്കായിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കനത്തിൽ മുറിച്ചെടുക്കുകയാണെങ്കിലും ഇതേപോലെ കോട്ടിങ് കരിഞ്ഞു പോവുകയും ചെയ്യും. പഴം കുക്കായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കനം കുറഞ്ഞിട്ട് ഇത് മുറിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ പഴംപൊരിയൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് പഴം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇപ്പോൾ അത് 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഇതൊന്ന് കോരി മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇനി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പഴത്തിൻ്റെ പീസുകളെല്ലാം തന്നെ ഒരേ രീതിയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പഴം വെച്ചിട്ട് നമ്മൾ ഇത്രയും സ്നാക്കാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു പുറം വശമൊക്കെ നല്ല ക്രിസ്പിയോട് കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കോട്ടിങ്ങൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്.
അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പുറംവശമൊക്കെ ക്രിസ്പി ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.